നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിൽ പടർന്ന ഒരു വിചിത്ര പകർച്ചവ്യാധിയായിരുന്നു എൻസെഫലൈറ്റിസ് ലെത്താർജിക്ക എന്നത്. രോഗം ബാധിച്ചവർ ദിവസങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോളം മരണം പോലെ ഉറങ്ങിയിരുന്നു. സൈനികരിലാണ് ഇത് ആദ്യം കണ്ടെത്തിയത്. നടക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ അവർ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. വിയന്നയിലെ ന്യൂറോളജിസ്റ്റായ കോൺസ്റ്റന്റൈൻ വോൺ ഇക്കോണോമോ ആണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ആളുകളെ നിശ്ചലമാക്കാൻ കഴിവുള്ള ഒരു ക്രൂരമായ രോഗമായിരുന്നു ഇത്. അലസത, താല്പര്യമില്ലായ്മ, ശ്വസന പ്രശ്നങ്ങൾ എന്നിവയായിരുന്നു രോഗലക്ഷണങ്ങൾ. തലച്ചോറിൻ്റെ ഉറക്ക നിയന്ത്രണ കേന്ദ്രത്തെ രോഗം ബാധിച്ചതായി പിന്നീട് കണ്ടെത്തി. 1929 രോഗികളുടെ എണ്ണം കുറഞ്ഞു. 1/3 പേര് മരിച്ചു. 1/3 ആളുകൾ പാർക്കിൻസൺസിന് സമാനമായ അവസ്ഥയിലേക്ക് നീങ്ങി. ബാക്കിയുള്ളവർ അജ്ഞാത കാരണങ്ങളാൽ രോഗം സുഖം പ്രാപിച്ചു. 1960-കളിൽ ന്യൂറോളജിസ്റ്റ് ഒലിവർ സാക്സ് ഈ രോഗികളെ പഠിച്ചു. ചിലർ സംഗീതത്തോടോ ചലനങ്ങളോടോ താൽക്കാലികമായി പ്രതികരിച്ചുവെങ്കിലും പിന്നീട് നിശ്ചലരായി. മെഡിക്കൽ ക്ലിനിക്കുകൾ ഉറക്കം തൂങ്ങുന്ന ആളുകളെ കൊണ്ട് നിറയുവാൻ തുടങ്ങി. ചിലർ ഡിന്നർ ടേബിളിൽ ഭക്ഷണം ചവയ്ക്കുന്നതിനിടയിൽ പോലും ഉറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. രോഗികളുടെ കണ്ണുകളിൽ അശ്രദ്ധയും താല്പര്യമില്ലായ്മയും നിഴലിച്ചു നിന്നിരുന്നു. ഇത്തരം രോഗികളിൽ ഭൂരിഭാഗവും ശ്വസന വ്യവസ്ഥയിലെ തകരാറുകളെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. ന്യൂറോളജിസ്റ്റ് വോൺ ഇക്കോണോമോ ഈ വിചിത്രമായ രോഗത്തെക്കുറിച്ച് ഒരു സൂചന കണ്ടെത്തുവാനായി മരണപ്പെട്ട രോഗികളുടെ തലച്ചോർ പിന്നീട് പരിശോധിക്കുകയുണ്ടായി. രോഗികളിൽ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗത്ത് രോഗം ബാധിച്ചതായി അദ്ദേഹം കണ്ടെത്തി. 1929 ആയപ്പോഴേക്കും രോഗികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. രോഗം ബാധിച്ചവരിൽ 1/3 പേരും അജ്ഞാതമായ കാരണങ്ങളാൽ സുഖം പ്രാപിക്കുകയും ചെയ്തു. അസുഖം ബാധിച്ച ആളുകളുടെ ശരീരം പതിറ്റാണ്ടുകളോളം മരവിച്ച് കിടന്നു. രോഗത്തിൻ്റെ അവസാനത്തെ ഇരയായ ഫിലിപ്പ് ലെത്സ് 11-ാം വയസ്സിൽ രോഗബാധിതനായി. 2003-ൽ അദ്ദേഹം മരിക്കുന്നതുവരെ 70 വർഷത്തിലേറെ നിശ്ചല ജീവിതം നയിച്ചു. എൻസെഫലൈറ്റിസ് ലെത്താർജിക്കയുടെ കാരണം ഇന്നും അജ്ഞാതമാണ്. ഇൻഫ്ലുവൻസ വൈറസോ പോളിയോ വൈറസുമായി ബന്ധപ്പെട്ട വൈറസോ ഇതിന് കാരണമാകാം എന്നാണ് സിദ്ധാന്തങ്ങൾ പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.